ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ യെല്ലോ ബേബിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് എവിടെയാണ് ഗൈസ്, എവിടെ എത്തിയിട്ടുണ്ടല്ല, ലിഫ്റ്റ് കയറി നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ സംഭവം കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ റോബോട്ടിന് വയ്ക്കാൻ പറ്റുന്ന സംഭവമാണെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. ഓക്കെ, ഇവിടെ ഗൈസ്, ഓക്കെ ഗൈസ്, ഇതേ വാതിൽ ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, ഈ റോബോട്ടിനെ കൊണ്ട് അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഗൈസ്. പിന്നെ ഇതെന്താണ് ഗൈസ്, ഇവിടെ ഒരു ചെടി ഇപ്പം ഉണ്ട് ഗൈസ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ എന്താ പൂവിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ പൂവാണ് അവർ ഉദ്ദേശിക്കണേ. എന്താണെന്ന് തോന്നുന്നു ഗൈസ്, എനിക്കറിയില്ല. എടേ, അതെ റോബോട്ട് വന്ന് ഗൈസ്. റോബോട്ട് എന്താണ് അവിടെ ചെയ്യുന്നത് ഗൈസ്? എന്താ ബോൾ പോലത്തെ എന്താ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് ഇവിടെ കൊണ്ട് നമുക്ക് കൊടുക്കണം ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് കളി ഗൈസ്. ഏകദേശം കളി മനസ്സിലായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെന്തോ പുതിയ ലിക്വിഡ് എന്തോ ഉണ്ടാക്കുകയാണ് ഗൈസ്. ഓക്കെ, അതാണ് സംഭവം. എന്നിട്ട് ബേബിക്ക് എന്തോ കൊടുക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതേ റോസ് കളറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. കാരണം ഗൈസ്, ഗെയിം അത്യാവശ്യം സീനാണ് ഗൈസ്. ഈ ചെറുക്കൻ സീനാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിലും ഭയങ്കര സീനാണ് ചെറുക്കൻ. ഓക്കെ ഗൈസ്, എന്തൊക്കെയോ സംഭവിക്കാൻ ഗൈസ്. എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്, സത്യമായിട്ടും പേടിയാവുന്നുണ്ട് ഗൈസ്. ഇതേ ചെറുക്കൻ വന്നു ഗൈസ്. അയ്യോ ഗൈസ്, ചെറുക്കൻ വന്നു. സീനായി ഗൈസ്, ഗെയിമിന് സീനാവും. ഇതായിരിക്കണു കള്ളപ്പന്നി. ഇവൻ ഒറ്റൊരുത്തം കാരണമാണ് ഗൈസ് നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇവൻ്റെ അച്ഛനും അമ്മയും നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവർ രക്ഷപ്പെട്ടു, നമ്മളിവിടെ പെട്ടു ഗൈസ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ലുക്ക് കീ എന്നാണ് ഇവർ പറയുന്നത്. കീ എവിടെ ഗൈസ്? ചെറുക്കനെ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഓക്കെ ഗൈസ്, എന്തോ കീയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. കീ ഏതാണെന്തോ. ഓക്കെ, ഇത് ഇവിടെ ഒരു കീ എടുക്കുന്നുണ്ട്. ഇതാണോ ഇനി അവർ പറയുന്നത്? ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഇതാണ്. ഓക്കെ, ഇത് കിച്ചണാണ് ഗൈസ്. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. ഇതെന്താണ്? ബോട്ടിൻ്റെ വീലാ, ഗ്രാനിക്കകത്തുള്ള ബോട്ടിൻ്റെ വീലാ ഗൈസ്. ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെയാണ് ഈ കളി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മളിത് വീണ്ടും കൊടുക്കണം. ഇതെന്തോ അട്രാക്റ്റിങ് സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുടിക്കുമ്പോൾ കുറേ സംഭവങ്ങൾ പുള്ളിക്കാരൻ്റെ മേത്ത് ഒട്ടി പിടിക്കുന്നുണ്ട്, കണ്ടോ? ഇതങ്ങനെ എന്താണ് സംഭവം ഗൈസ്? ഇതിൻ്റെ ഉള്ളിൽ കീ ഉണ്ട് ഗൈസ്. ആ കീ അല്ലെങ്കിൽ നമുക്ക് എടുത്തു തരും, അതിനു വേണ്ടിയാണത്. ഓക്കെ, ആ കീ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. താങ്ക്സ് എടാ, ഇങ്ങനെയുള്ള ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ തുറക്കണം ഗൈസ്. ഇനി സീനാണ് ഗൈസ്, ഗെയിമിന് സീനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമുക്ക് എന്താണ് ഗൈസ് ചെയ്യാനുള്ളത്? ഗൈസ്, ദേ ഇരിക്കണ ചെറുക്കൻ. ഓക്കെ, നമുക്കിവിടെ എന്താണ് ഗൈസ് ചെയ്യാനുള്ളത്? ഈ സ്വിച്ച് ഓൺ ആക്കാൻ പറ്റും ഗൈസ്. ആ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ വെക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് ഗൈസ്? ദേ കോണി ഓടി എടുക്കണു ഗൈസ്. ഓക്കെ, ഇതിനെടുക്കുമ്പോൾ കോണി ഓഫ് ആവൂലേ? ഇത് നമ്മളോട് പറഞ്ഞാൽ ഫോളോ ദ കാറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ബ്ലാക്ക് കാറ്റ് ഒറ്റൊരുത്തം കാരണമാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഓക്കെ ഗൈസ്, ഇവിടെ എന്തൊരു കോഡ് അടിക്കണം ഗൈസ്. ഇവിടെ ഒരു കോഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഈ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ കോഡ് നമ്മളിവിടെ പോയി കണ്ടുപിടിക്കും ഗൈസ്. എനിക്കറിയില്ല ഗൈസ്. ചിലയിടത്തൊക്കെ ഈ മെഴുകുതിരി എത്തിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. റോസ് കളർ ഉള്ള മെഴുകുതിരിയാണ് ഗൈസ്. ഗൈസ്, ആയിരിക്കണോ ചെറുക്കൻ? ഉള്ളിനെ കാണുമ്പോൾ തന്നെ എനിക്ക് കലിയേറി വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ആ മെഴുകുതിരിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അവിടെ എന്തെങ്കിലും ഇനി കോഡ് ഉണ്ടാവുമോ ഗൈസ്? ഇവിടെ ഒരു കോഡുണ്ട് ഗൈസ്. ഈ മെഴുകുതിരി കത്തിച്ചതിനടുത്തേക്ക് എന്തോ കോഡുണ്ട്. ഈ കോഡ് വെച്ചിട്ടാണ് നമുക്ക് ആ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. അടുത്ത കോഡ് ഗൈസ്, രണ്ടാമത്തെ കോഡും കിട്ടി ഗൈസ്. ഓക്കെ, ഇതിനോട് വയ്ക്കാം. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. മേളിലൊരു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. അവിടെ ഒരു കോഡ്. ഇപ്പോൾ 2 കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കോഡ് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് കളി ഗൈസ്.
കത്തി ഗൈസ്, കത്തി. കളി കത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു കോഡ് കൊണ്ട് കണ്ടുപിടിക്കണം. എടാ ഞാൻ വീണ്ടും എന്തിനാണ് ഇതിൻ്റെ മണ്ടയിൽ കയറിയ ഗൈസ്? ഇനി ഒരു കോഡും കൂടി നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. ഗൈസ് ഇത് കൈവിട്ട കളിയാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ലൈക്കും ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അവിടെ ഒരു മെഴുകുതിരിയും കൂടി ഉണ്ട്, അവിടെയും കൂടി ഒരു കോഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് അതെന്താണ് അത് ഓടിപ്പോകുന്നത്? എടേ ശരി, ഇവൻ വീണ്ടും അവിടെ പോയിരുന്ന ആടാ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകണം. അവിടെയാണ് ഒരു കോഡുള്ളത്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ടയിലേക്ക് കയറണം. 3 കോഡ് കിട്ടി, പിന്നെ 4ാമത്തെ കോഡ്. ഓക്കെ, 4ാമത്തെ കോഡും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് മേളിൽ പോയിട്ട് ഇനി ഈ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഡോറ് തുറക്കുമെന്നാണ് എനിക്ക് തോന്നണേ. ഡോറ് തുറന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. ദേ ചെറുക്കൻ ബുക്കൊക്കെ വെച്ച് എറിയാണ് ഗൈസ്. ചെറുക്കൻ സീനാണ്, ബുക്കൊക്കെ വെച്ച് എറിയുന്നു. ഓക്കെ, ചെറുക്കൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൈസ്. നമുക്കെന്തായാലും എൻ്റെ മണ്ടയിലേക്ക് കയറാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും എൻ്റെ മണ്ടയിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത് ആ കോഡ് അടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, 1ാമത്തെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതാണ്. ഓക്കെ ഓക്കെ, അതാണ്. ഓക്കെ, ഇതാണ്. ഓക്കെ ഓക്കെ, ഡോറ് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്. ഇത് ഏതാണ് സ്ഥലം? ഓക്കെ, നമുക്ക് വഴി ഇറങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ശരി ഗൈസ്, ചെറുക്കൻ വന്ന് നമ്മൾ ഉന്തി വിട്ടു ഗൈസ്. ചെറുക്കൻ സീനാണ് ഗൈസ്. ഇവിടെ എന്താണിത്? നമ്മളോട് എന്താണ് പറയുന്നത്? ഫോട്ടോഗ്രാഫി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഫോട്ടോ എടുക്കണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഗൈസ്? ഫിലിമാണ് ഗൈസ്. ഓക്കെ, ഫിലിം ഇല്ലാണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിലിം എന്തായാലും വേണം. ഓക്കെ, അതെ, ഫിലിം കയറ്റിയിട്ട് ഇനി ഫോട്ടോ എടുക്കാൻ പറ്റും ഗൈസ്. ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് എന്തിനാണ് ഗൈസ് ഫോട്ടോ എടുക്കുന്നത്? എനിക്കത് അറിഞ്ഞുകൂടാ. എന്തിനാണ് ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. നമ്മൾ ആ ഫോട്ടോയ്ക്കകത്ത് മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പം നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഇല്ല ഗൈസ്, മ്യൂസിക്കൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ ഗൈസ് ഡെവലപ്പ്. ഓക്കെ, ഇതിനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിടണം ഗൈസ്. ഇത് എന്താ സംഭവിക്കാമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഞാനിത് നേരത്തെ കളിച്ചിട്ട് ഇത് ഇങ്ങനെ ആർന്നില്ല ഗൈസ്. നേരത്തെ ഞാൻ ഒരു വട്ടം കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഇങ്ങനെ ആർന്നില്ല. ഞാനത് ഒത്തിരി കളിച്ചിട്ടില്ല, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, ഇതെന്താണ് സംഭവം? നമുക്കെന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം ഗൈസ്. ഓ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം വന്നു ഗൈസ്. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വരും ഗൈസ്. അതാണ് സംഭവം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. ഇനി വേറെ ഫോട്ടോ എവിടെ എടുക്കാനുള്ളത് ഗൈസ്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഗൈസ്, ഞാൻ എന്തോ ഒരു ഫോട്ടോ എടുത്തു ഗൈസ്. എനിക്ക് എന്താണ് ഞാൻ എന്നെ ചെയ്തേ ഗൈസ്? ഓക്കെ, ഇതിനിപ്പോൾ ഒന്നുകൂടിയും കയറ്റിയിടാൻ പറ്റൂല അല്ലേ? ഓക്കെ, ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ഒന്നുകൂടിയും കയറ്റിയിടാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കെന്തായാലും ഇതിനുള്ളിലേക്ക് ഇട്ട് നോക്കാം. അടുത്ത ഫോട്ടോ എടുക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്നൊന്നും കാണാൻ ഗൈസ്. ഇവിടെ ലിവർ വന്നു ഗൈസ്. ഓ ഗൈസ്, അവിടെ ലിവർ ഇല്ല. ഫോട്ടോയിൽ നമ്മൾ നോക്കിയപ്പോൾ ലിവറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സാധനം സെറ്റാക്കുമ്പോൾ ഒക്കെ ഡോർ അടിക്കാനല്ലേ പറ്റുള്ളൂ. ഡോർ അടിക്കണം. നമുക്കിനിയിപ്പോൾ ഇത് സെറ്റാക്കി കഴിഞ്ഞാൽ അവിടെ ലിവർ വരും ഗൈസ്. ഓ, കളി അങ്ങനെയാണ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആവുമെന്നാണ് എനിക്ക് തോന്നണേ. യെല്ലോ ബേബി കുറച്ച് സീനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, കണ്ടോ ലിവറുണ്ട് ഗൈസ്. ഓക്കെ, അവിടെ ലിവർ ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ ലിവർ വന്നിട്ടുണ്ടാവും, നേരത്തെ ലിവർ ഉണ്ടായിരുന്നില്ല ഗൈസ്. ദേ ലിവർ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഓപ്പൺ ആക്കാം. എന്താണ് സംഭവിച്ചത്? ഇതെന്താണ് സംഭവം ഗൈസ്? ഇതെന്താണ് സംഭവം? നമുക്കപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു.
ഓക്കെ നമുക്ക് എന്തായാലും ഒരു ഫോട്ടോയും കൂടി എടുക്കേണ്ടി വരും. ഓക്കെ.